ലോകം കൂടുതൽ മികച്ച വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയിലേക്ക് അതിവേഗം കുതിച്ചുയരുകയാണിപ്പോൾ. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത മിസൈലുകളും വൻ മാറ്റങ്ങൾ വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു രാജ്യത്തിന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ പ്രധാന സൂചകമായി കാണുന്ന ഒരു ലോകമാണ് ഇന്ന് കൂടുതലും നിലനിൽക്കുന്നത്. മാത്രമല്ല, അടുത്തിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനിൽ വിവിധ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിലൂടെ 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു. ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പാകിസ്ഥാനെയും ചൈനയും അപേക്ഷിച്ച് തങ്ങളുടെ വ്യോമ മേധാവിത്വം ഇന്ത്യ തെളിയിക്കുകയാണ് ശരിക്കും ചെയ്തത്. പക്ഷെ ലോകത്ത് അതിലും വേഗതയേറിയ മിസൈലുകളും നിലനിൽക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ശക്തവും വേഗതയേറിയതുമായ മിസൈലുകളിൽ ഒന്നാണ് റഷ്യ എന്ന രാജ്യം വികസിപ്പിച്ചെടുത്ത അവാൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്നത്. 2002-ൽ ABM ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിനെ തുടർന്ന് റഷ്യ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് 2018 മാർച്ച് 1-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനാച്ഛാദനം ചെയ്ത 6 പുതിയ റഷ്യൻ തന്ത്രപരമായ ആയുധങ്ങളിൽ ഒന്നുകൂടിയാണിത്. പുതിയ തലമുറ ആയുധങ്ങളുടെയും അതുപോലെ തുളച്ചു കയറാൻ കഴിയുന്ന US മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും US വികസനത്തോടുള്ള പ്രതികരണമാണിതെന്നും പുടിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈൽ വാർ ഹെഡുകളിൽ നിന്ന് HGVകൾ വളരെയധികം വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. താഴ്ന്ന ഉയരങ്ങളിൽ കൈകാര്യം ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള കഴിവും ഇതിനുണ്ട്. അവാൻഗാർഡ് ഗ്ലൈഡ് വാഹനം റോക്കറ്റിൽ നിന്ന് വേർപെടുകയും അതുപോലെ ശബ്ദത്തിന്റെ 27 മടങ്ങ് ഹൈപ്പർസോണിക് വേഗതയിൽ റോക്കറ്റിന്റെ പാതയ്ക്ക് പുറത്ത് ലംബമായി സഞ്ചരിക്കാൻ കഴിയുമെന്നും റഷ്യൻ പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, കാശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഏകദേശം 3400 കിലോമീറ്റർ ദൂരമാണ് നിലനിൽക്കുന്നത്. പക്ഷേ മിസൈൽ ഈ ദൂരം പിന്നിടാൻ വെറും 5 മുതൽ 6 മിനിറ്റ് വരെ മാത്രമാണ് സമയമെടുക്കുക. 2019-ൽ റഷ്യ തങ്ങളുടെ ആദ്യത്തെ അവാൻഗാർഡ് സജ്ജീകരിച്ച മിസൈൽ അതേ ഓറേൻബർഗ് സൗകര്യത്തിൽ സ്ഥാപിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള റഷ്യൻ മിസൈലുകളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ ചൈനീസ് DF-41 മിസൈലിന് മാക് 25 വേഗതയാണ് നിലനിൽക്കുന്നത്. കൂടാതെ 10 മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റിറ്റി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസിന് വളരെ വഹിക്കാനുള്ള കഴിവും നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് നിൽക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും ന്യൂനതമായ മിസൈലുകളിലൊന്നായ അഗ്നി 5 മിസൈലിന് മാക് 24 വേഗതയാണ്. 8000 കിലോമീറ്റർ ഭൂപരിധിയുള്ള ഇതിന് 3-6 MIRV വാർ ഹെഡുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. മാത്രമല്ല, ഇതിന് സമാനമായി 30 മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ നിന്നും റഷ്യൻ ആസ്ഥാനമായ മോസ്കോയിലേക്ക് എത്താൻ കഴിവുണ്ടെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് മിനുട്ട്മാൻ 3 എന്നത്. ഭൂമിയിലെ ഏത് നഗരത്തിലേക്കും അരമണിക്കൂറിൽ എത്തി ആക്രമണം നടത്താൻ സാധിക്കുന്ന അമേരിക്കയുടെ വജ്രായുധം കൂടിയാണിത്. കാലിഫോർണിയയിൽ നിന്നും 5900 മൈൽ അകലെയായിട്ടാണ് മോസ്കോ എങ്കിൽ ബീജിംഗ് 6000 മൈൽ ദൂരത്തിൽ നിലനിൽക്കുന്നത്. ഈ 2 നഗരങ്ങളിലേക്കും അമേരിക്ക തീരുമാനമെടുത്താൽ അരമണിക്കൂറിനുള്ളിൽ മിനുട്ട്മാൻ 3 പറന്നെത്തി സർവനാശം വിതയ്ക്കുമെന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഭൂഖണ്ഡാന്തര മിസൈലിന് പുറമെ മുങ്ങിക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കുന്ന സബ്മറീൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്ക ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം മിസൈലുകൾ കടലിനടിയിലെ മുങ്ങിക്കപ്പലുകളിൽ നിന്നാണ് കൂടുതലും ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരുന്നത്. 1963 മുതൽ 1987 വരെ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ടൈറ്റൻ മിസൈലിനാണ് വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡ് നിലനിൽക്കുന്നത്. മണിക്കൂറിൽ 16000 മൈൽ, അതായത് ഏകദേശം 25749 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ടൈറ്റന് കഴിഞ്ഞിരുന്നു. 6000 മൈൽ, അതായത് 9656 കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം വരെ 30 മിനിറ്റിനുള്ളിൽ തകർക്കുന്ന മിസൈലാണ് യഥാർത്ഥത്തിൽ ഇത്. കൂടുതൽ ആധുനിക സംവിധാനങ്ങളുള്ള MX പെസ്കീപ്പർ പോലുള്ള മിസൈലുകൾക്ക് വേണ്ടി ടൈറ്റൻ വഴിമാറുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. അമേരിക്കൻ ആണവശേഷിയുടെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതും. അമേരിക്കയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ആണവ മിസൈലായ LGM-35A സെന്റിനൽ 2029 ആകുമ്പോഴേക്കും സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് കൂടുതലും പ്രതീക്ഷിക്കപ്പെടുന്നത്. 2075 വരെ സെന്റിനൽ മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി തുടരും. കഴിഞ്ഞ 50 വർഷമായി അമേരിക്ക സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള 400 മിനുട്ടൺ 3 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പകരക്കാരനാണ് സെന്റിനൽ മിസൈലുകൾ എന്നതും. അതേസമയം തന്നെ പാകിസ്ഥാൻ മുതൽ റഷ്യ വരെയുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആണവായുധങ്ങൾ എന്നത് ഇന്നത്തെ കാലത്ത് ഒരു പ്രധാന വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, എല്ലാ ആണവായുധങ്ങളുടെയും പ്രധാന കാതലായി നിലനിൽക്കുന്ന ഒരു പ്രധാന ഘടകമാണ് യുറേനിയം എന്നതും. വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏകദേശം 20 രാജ്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും അവയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ കൂടിയാണ്. എന്നാൽ ഈ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് കസഖിസ്ഥാൻ എന്ന രാജ്യമാണ്. പക്ഷേ ഏകദേശം 20
ദശലക്ഷം ജനസംഖ്യയുള്ള കസക്കിസ്ഥാനിൽ 70% നിലനിൽക്കുന്ന സമൂഹം എന്നത് മുസ്ലിങ്ങളുടേതാണ്. മാത്രമല്ല ജനസംഖ്യയുടെ 17% മാത്രമാണ് അവിടെ ക്രിസ്ത്യാനി സമൂഹം നിലനിൽക്കുന്നത്. ജനസംഖ്യയും ഇവിടെ വളരെയധികം കുറവാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ഉൽപ്പാദകർ എന്നത് കസക്കിസ്ഥാനാണ്. പ്രതിവർഷം ഏകദേശം 21,000 ടണ്ണാണ് ഈ രാജ്യം കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്.